ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ഗുഡ്നസ് ടി വിയുടെ ബൈബിൾ പഠന പരമ്പരയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. വെളിപാട് ഗ്രന്ഥത്തിലെ 8-ാമത്തെ അധ്യായമാണ് പഠനത്തിനും വിചിന്തനത്തിനുമായി നാം വായിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 7-ാമത്തെ മുദ്ര തുറക്കുമ്പോൾ സ്വർഗത്തിൽ അരമണിക്കൂർ നിശബ്ദതയുണ്ടായി എന്ന് നാം കണ്ടു. അപ്പം അതിൻ്റെ പശ്ചാത്തലമായിട്ട് ഈ വെളിപാടിലുള്ള സന്ദേശം അത് ആരാധന സമൂഹത്തിനുള്ള സന്ദേശമാണ് എന്ന് നാം കണ്ടു. അപ്പോൾ ഈ ആരാധന സമൂഹത്തിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ മാത്രമേ ഇതിലുള്ള വിവരണങ്ങളെ കാണാനും അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇതിന് തുടർച്ചയായിട്ട് നാം കടന്നു വരുന്നത് 7 കാഹളങ്ങളുടെ വിവരണങ്ങളിലേക്കാണ്. ഇപ്പോൾ 7 കാഹളങ്ങൾ വഹിച്ചുകൊണ്ട് നിൽക്കുന്ന 7 ദൂതന്മാരെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. തുടർന്ന് ഇവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ എത്തിക്കുന്ന ഒരു വിവരണമാണ് കാണുക. 2-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. 8-ാം അധ്യായം. ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് കണ്ടു. അവർക്ക് 7 കാഹളങ്ങൾ നൽകപ്പെട്ടു. മറ്റൊരു ദൂതൻ സ്വർണം കൊണ്ടുള്ള ഒരു ധൂപകലശവുമായി ബലിപീഠത്തിന് മുമ്പിൽ വന്നു നിന്നു. സിംഹാസനത്തിൻ്റെ മുമ്പിലുള്ള സ്വർണ്ണ ബലിപീഠത്തിന്മേൽ എല്ലാ വിശുദ്ധരുടെയും പ്രാർത്ഥനയോടൊപ്പം അർപ്പിക്കാൻ ധാരാളം പരിമളദ്രവ്യം അവന് നൽകപ്പെട്ടു. ആരാധനയുടെ ഒരു പശ്ചാത്തലം തന്നെയാണ് നാം ഇവിടെ കാണുക. ഇപ്പോൾ 7 കാഹളങ്ങൾക്ക് മുന്നോടിയായിട്ട് ആരാധനയുടെ ഒരു രംഗം നമ്മൾ കാണുന്നു. പിന്നെ 7 കാഹളം അവസാനിക്കുന്ന അവസരത്തിലും ആരാധനയുടെ ഒരു വിവരണം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആരാധനയുടെ പശ്ചാത്തലത്തിൽ വേണം ഇതിലുള്ള വിവരണവും നമ്മൾ കാണുവാനായിട്ട്. ഇനി ഇവിടെ കാണുന്നത് ദൈവസന്നിധിയിൽ ധൂപാർപ്പണം നടത്തുന്നതാണ്. അതോടൊപ്പം തന്നെ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് എത്തിക്കുന്നതുമാണ്. ധൂപാർപ്പണത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ. ധൂപാർപ്പണം അത് പഴയ നിയമത്തിൽ ജെറുസലം ദേവാലയത്തിലാണ് നമ്മൾ കാണുന്നത്. പുരോഹിതന്മാർ അതിവിശുദ്ധ സ്ഥലത്തിന് മുന്നിലുള്ള ബലിപീഠത്തിൽ വെച്ച് ധൂപാർപ്പണം നടത്തുന്നു. അപ്പോൾ ഈ ധൂപാർപ്പണത്തിന് പല അർത്ഥങ്ങൾ ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഒന്ന്, അവരുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് പരിമളദ്രവ്യം പോലെ അതിൻ്റെ ധൂപം പോലെ മുകളിലേക്ക് ഉയരുന്നു. പിന്നെ അതിന് വേറൊരു വശമുള്ളത്, ഈ ധൂപം ഈ പുരോഹിതരെ ദൈവസാന്നിധ്യത്തിൽ നിന്ന് മറയ്ക്കുന്നു. അതായത് ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ ഈ പുരോഹിതർ അത് കാണാതെ അതിൽ നിന്ന് അവർ പറിക്കപ്പെടാനായിട്ട് ഈ ധൂപം സഹായിക്കുന്നു എന്നുള്ള ആ ഒരു വിശദീകരണമൊക്കെ ഉണ്ട്. പക്ഷേ പ്രധാനമായിട്ടും ഇത് തീർച്ചയായിട്ടും ദൈവസന്നിധിയിലേക്ക് അവരുടെ പ്രാർത്ഥനകൾ ഉയർത്തുന്നത് ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തപ്പെടുന്ന ആ ധൂപാർപ്പണം അത് ഒരു ബലി തന്നെയാണ് എന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ട്. 141 2-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. ഇനി വെളിപാട് ഗ്രന്ഥത്തിൽ 5-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ വിശുദ്ധരുടെ പ്രാർത്ഥന തന്നെ പരിമളദ്രവ്യമാണെങ്കിൽ, ഇവിടെ അല്പം വ്യത്യസ്തമായിട്ട് വിശുദ്ധരുടെ പ്രാർത്ഥനയോട് പരിമളദ്രവ്യം കലർത്തുന്നതാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ 5-ാം അധ്യായത്തിൽ 4 ജീവികളാണ് പ്രാർത്ഥനകളാകുന്ന ധൂപമർപ്പിക്കുന്നതെങ്കിൽ, ഇവിടെ 8-ാം അധ്യായത്തിൽ ദൈവദൂതരാണ് ഈ ധൂപം അർപ്പിക്കുന്നത്. ഇനി ഇവിടെ ഇവർക്ക് ധാരാളം പരിമളദ്രവ്യം നൽകപ്പെട്ടു എന്ന് നാം കാണുന്നു. അതായത് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് ആഘോഷപൂർവ്വം എത്തിക്കുന്നത് ദൈവദൂതരാണ്. മനുഷ്യരുടെ പ്രാർത്ഥനയിൽ ദൈവദൂതരും പങ്കുചേർന്ന്
അതിനെ ദൈവത്തിന് സ്വീകാര്യമാക്കുന്നുവെന്ന വിശ്വാസമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഇപ്പോൾ മനുഷ്യരുടെ പ്രാർത്ഥനകൾ അത് ദൈവദൂതരുടെ പ്രാർത്ഥനയോടൊപ്പമാണ് സ്വർഗത്തിലേക്ക് ഉയരുന്നത്, ദൈവസന്നിധിയിലേക്ക് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ അത് ദൈവത്തിന് പ്രീതികരമായി തീരുകയും ചെയ്യുന്നു. ഇനി ഈ പ്രാർത്ഥനയെക്കുറിച്ചും നമ്മൾ പല സൂചനകൾ വെളിപാട് ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. കുഞ്ഞാട് ചുരുൾ സ്വീകരിക്കുമ്പോൾ വിശുദ്ധരുടെ പ്രാർത്ഥനകളെക്കുറിച്ച് പറയുന്നു 5-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ. പിന്നെ അതുപോലെ തന്നെ 6-ാം അധ്യായത്തിൽ 5-ാമത്തെ മുദ്രയിൽ ബലിയർപ്പിക്കപ്പെട്ട ദൈവജനം ബലിപീഠത്തിന് കീഴിൽ നിന്ന് വിലപിക്കുന്നത് അതൊരു പ്രാർത്ഥന തന്നെയാണ്. ദൈവത്തിന് സന്നിധിയിലുള്ള ഒരു നിലവിളി, അതൊരു യാചനയാണ്, പ്രാർത്ഥനാപൂർവമുള്ള ഒരു യാചനയാണ്. അതുപോലെ തന്നെ 2-ാമത്തെയും 3-ാമത്തെയും അധ്യായങ്ങളിലുള്ള സ്മിർണയിലെ സഭ, ഫിലദൽഫിയയിലെ സഭ, അവരുടെയുമൊക്കെ ആ പ്രാർത്ഥനകൾ എല്ലാം ദൈവസന്നിധിയിലേക്ക് ഉയർന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ ഇവിടെ ഈ വിശുദ്ധരുടെ ഇവരുടെയൊക്കെ ദൈവജനത്തിൻ്റെയൊക്കെ പ്രാർത്ഥനയുടെ ഫലം എന്നോണം ദൈവരാജ്യം സംസ്ഥാപിക്കുവാനായിട്ട് തുടങ്ങുന്നു. അത് നമ്മൾ 15-ാം അധ്യായത്തിൽ 15-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. 15-ാം അധ്യായം 15-ാം വാക്യം ഒന്ന് എടുക്കാം. 7-ാമത്തെ ദൂതൻ കാഹളം മുഴക്കി, അപ്പോൾ സ്വർഗത്തിൽ ഇങ്ങനെ പറയുന്ന വലിയ സ്വരങ്ങളുണ്ടായി, ലോകരാജ്യം നമ്മുടെ കർത്താവിൻ്റേതും അവിടുത്തെ അഭിഷിക്തൻ്റേതും ആയിരിക്കുന്നു, അവിടുന്ന് എന്നും എന്നേക്കും ഭരിക്കും. അപ്പോൾ ഈ പ്രാർത്ഥനയുടെയൊക്കെ ഫലമായിട്ട് അവസാനം ഈ ഭൗമികമായിട്ടുള്ള ഈ രാജ്യം അത് ദൈവത്തിൻ്റെ രാജ്യമായിട്ട് മാറുന്നു, അല്ലെങ്കിൽ ദൈവരാജ്യം ഇവിടെ സംസ്ഥാപിതമാകുന്നു എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ആരാധനയുടെ ആ ഒരു പശ്ചാത്തലത്തിൽ നൽകുന്ന ഒരു സന്ദേശം എന്താണ്? നമ്മുടെയൊക്കെ വിശുദ്ധരുടെയൊക്കെ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ ആ പ്രവൃത്തികളെയൊക്കെ ത്വരിതപ്പെടുത്തുന്നു. അപ്പോൾ അവിടെ നിന്ന് ഭൂമിയിൽ ഈ തിന്മയ്ക്കെതിരെ ഇടപെടാനായിട്ട് അവിടെ നിന്ന് ആരംഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി തന്നെയാണ് ഇവിടെ അത് സൂചിപ്പിക്കുന്നത്. ഇനി 8-ാമത്തെ അധ്യായത്തിൽ തുടർന്നുള്ള ഭാഗം നമുക്കൊന്ന് വായിക്കാം. 4-ാമത്തെ വാക്യം, ദൂതൻ്റെ കയ്യിൽ നിന്ന് പരിമളദ്രവ്യങ്ങളുടെ ധൂപം വിശുദ്ധരുടെ പ്രാർത്ഥനകളോടൊപ്പം ദൈവസന്നിധിയിൽ ഉയർന്നു. അപ്പോൾ ഈ ധൂപത്തോടൊപ്പം വിശുദ്ധരുടെ പ്രാർത്ഥനകളുമെല്ലാം ഉയർന്നു. അത് 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൂതൻ ധൂപകലശമെടുത്ത് ബലിപീഠത്തിലെ അഗ്നി കൊണ്ട് നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. അപ്പോൾ ഇടിമുഴക്കങ്ങളും ശബ്ദങ്ങളും മിന്നൽ പിണറുകളും ഭൂമി കുലുക്കവും എല്ലാം ഉണ്ടായി. അപ്പോൾ ദൂതൻ ധൂപകലശമെടുത്ത് അഗ്നി കൊണ്ട് നിറച്ച് അത് ഭൂമിയിലേക്ക് എറിയുന്നു. അപ്പോൾ ദൈവം തൻ്റെ ആ വിധിപ്രസ്താവം നടത്തിക്കഴിഞ്ഞു എന്നതിൻ്റെ സൂചന തന്നെയാണ്. അപ്പോൾ ഇതിനും പഴയ നിയമത്തിൽ ചില സൂചന പശ്ചാത്തലമൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന് എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 10-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം മുതൽ ഞാനൊന്ന് വായിക്കാം. നീ കെരൂബുകളുടെ കീഴിലുള്ള ചക്രങ്ങൾക്കിടയിലേക്ക് പോവുക, കെരൂബുകളുടെ ഇടയിൽ നിന്ന് നിൻ്റെ കൈ നിറയെ ജ്വലിക്കുന്ന തീക്കനലെടുത്ത് നഗരത്തിന് മീതെ വിതറുക. ഞാൻ നോക്കി നിൽക്കെ അവൻ പോയി. അപ്പോൾ അഗ്നി വർഷിക്കുന്നതിനെക്കുറിച്ച് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് ഒരു ശിക്ഷയുടെ ഒരു പ്രതീകം തന്നെയാണ്. അപ്പോൾ വിശുദ്ധരുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമെന്ന നിലയിലാണ് ദൈവം ചരിത്രത്തിൽ ഇടപെടുന്നതായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ, തിന്മയ്ക്കെതിരെയുള്ള ഇടപെടലിൻ്റെ ആരംഭമാണ് ഈ 8-ാമത്തെ അധ്യായത്തിൽ 7 കാഹളങ്ങളുടെ വിവരണത്തിൽ നമ്മൾ കാണുന്നത്. അതായത് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ യുഗാന്തം ത്വരിതപ്പെടുത്തുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഇനി തുടർന്ന് നമ്മൾ കാണുന്നത് ഈ 7 കാഹളങ്ങളാണ്. അപ്പോൾ 7 കാഹളങ്ങളിൽ ആദ്യത്തെ 3 കാഹളങ്ങൾ മുഴക്കുമ്പോൾ മഹാമാരികളിൽ അഗ്നിയുടെ സാന്നിധ്യം നമ്മൾ കാണുന്നുണ്ട്. ഏറ്റവും അവസാനം 20-ാമത്തെ അധ്യായത്തിൽ തിന്മകളുടെ ശക്തികളെല്ലാം അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെടും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു തുടർച്ച തന്നെയായിരിക്കാം, ഈ ഒരു പ്രതീകത്തിന് തുടർച്ച തന്നെയായിരിക്കാം ഇവിടെ കാണുന്നത്. അഗ്നി താഴേക്ക് വിതറപ്പെടുന്നു, തീക്കട്ട വിതറപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്നോണം ഭൂമിയിൽ നടക്കുന്ന നാശനഷ്ടങ്ങൾ, പിന്നെ അതിൻ്റെ പൂർണ്ണതയായിട്ട് 20-ാം അധ്യായത്തിൽ കാണുന്ന
തിന്മകളെല്ലാം ഉന്മൂലനം ചെയ്യപ്പെടുന്നു നമ്മൾ കാണുന്നു. പിന്നെ ഇവിടെ ഇടിമുഴക്കത്തെക്കുറിച്ച് ഒക്കെ സൂചിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ ഇടിമുഴക്കങ്ങളും ശബ്ദങ്ങളും മിന്നൽപ്പിണരുകളും ഭൂമി കുലുക്കവും ഉണ്ടായി. ഈ ഇടിമുഴക്കവും ഭൂമികുലുക്കവും എല്ലാം പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തമായിട്ടുള്ള ചില പ്രതീകങ്ങളാണ്. സങ്കീർത്തനം 96:9 നമ്മളത് കാണുന്നു. 97-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ വെളിപാടിൽ 4-ാം അധ്യായത്തിൽ 8-ാം വാക്യം, 6:12, 11:19 ഈ ഇടിമുഴക്കത്തെക്കുറിച്ചുള്ള സൂചനകളൊക്കെ ഉണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒരു അടയാളം, ദൈവശക്തിയുടെ ഒരു അടയാളം, അവിടുത്തെ വിധിയുടെ ഒരു മുന്നോടി, അതാണ് ഈ ഭൂമികുലുക്കം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ദൈവജനത്തിൻ്റെ ആരാധനയുടെ പശ്ചാത്തലത്തിലാണ് ഈ കാഹളങ്ങളൊക്കെ മുഴക്കപ്പെടുന്നത്. ഇനി ഈ കാഹളങ്ങൾ മുഴക്കപ്പെടുമ്പോൾ അത് ദൈവം ഇടപെടാൻ തുടങ്ങി എന്നതിൻ്റെ ഒരു സൂചന നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ആരാധന സമൂഹത്തോട് ഇവിടെ ഈ ഭാഗത്ത് പറയുന്നത് എന്താണ്? തങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് ഉയരുമ്പോൾ ദൈവം അതിന് പ്രത്യുത്തരം നൽകും. അപ്പോൾ സഹനത്തിലൂടെ കടന്നു പോകുന്ന ജനതയുടെ പ്രാർത്ഥനകൾ അസ്ഥാനത്തല്ല എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ അവരുടെ പ്രാർത്ഥന ഈ ദൈവരാജ്യം സംസ്ഥാപിതമാക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. പിന്നെ അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് അവർ നൽകുന്ന ആ സാക്ഷ്യം. ആ സാക്ഷ്യത്തെക്കുറിച്ച് പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി 7 കാഹളങ്ങൾ വഹിച്ചിരുന്നവർ അവ മുഴക്കാനായിട്ട് തയ്യാറായി എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ 8-ാമത്തെ അധ്യായത്തിൽ 7 കാഹളങ്ങളുടെ വിവരണങ്ങളാണ് നമ്മൾ കാണുക. ഇനി 7 കാഹളങ്ങളെക്കുറിച്ച് ഉള്ള 1-2 കാര്യങ്ങൾ പശ്ചാത്തലമായിട്ട് നമുക്കിവിടെ കാണാം. അപ്പോൾ ഈ കാഹളങ്ങളിൽ അവതരിപ്പിക്കപ്പെടുന്ന മഹാമാരികൾ അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അതിന് ഒത്തിരിയേറെ വ്യാഖ്യാനങ്ങളൊക്കെ നൽകപ്പെടുന്നുണ്ട്. നമുക്കതിൻ്റെ ചില സൂചനകൾ, ചില വ്യാഖ്യാനങ്ങൾ ഇപ്രകാരമാണ്. സഭാജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ധാർമ്മിക മാർഗോപദേശങ്ങൾ ഇവ നൽകുന്നുവെന്ന് ചിലർ പറയുന്നു. അപ്പോൾ സഭാജീവിതമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവ. ഉദാഹരണത്തിന് പറയുന്നു, അപ്പോൾ ഈ താഴേക്ക് പതിക്കുന്ന നക്ഷത്രമൊക്കെ പാഷണ്ഡുകളെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് പാഷണ്ഡുകൾ അവർ തങ്ങളുടെ വ്യാഖ്യാനങ്ങളിൽ, ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മായം കലർത്തി വ്യാജമായിട്ടുള്ള സന്ദേശങ്ങൾ നൽകി ഈ ഭൂമിയിലുള്ളവയെല്ലാം ദൈവജനത്തിൻ്റെ മനസ്സ് എല്ലാം വിഷലിപ്തമാക്കുന്നു എന്ന് ചിലരൊക്കെ പറയുന്നു. ഇനി അതുപോലെ തന്നെ സൂര്യചന്ദ്രന്മാർ മങ്ങുന്നത് ഈ പാഷണ്ഡികൾ ഈ നമ്മുടെ ലോകത്തിൽ ആത്മീയ അന്ധകാരം പരത്തുന്നതിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ചിലർ പറയുന്നു. ഇനി വേറെ ചിലർ ഇതൊക്കെ അക്ഷരാർത്ഥത്തിൽ എടുത്തുകൊണ്ട് യുഗാന്തത്തിൽ ഭൂമിയിൽ 1/3 നശിച്ചു പോകുമെന്നൊക്കെ പറയുന്നു. ഇപ്പോഴൊക്കെ നമുക്ക് അറിയാമല്ലോ, ലോകത്തിൽ ഓരോ ഭൂമികൾക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രകൃതിക്ഷോഭങ്ങളൊക്കെ വരുമ്പോൾ ഉടനെ തന്നെ അത് ദൈവത്തിൻ്റെ ഇടപെടലായിട്ട് ലോകാവസാനത്തിൻ്റെ ലക്ഷണങ്ങളായിട്ടൊക്കെ ചിലരൊക്കെ അവതരിപ്പിക്കുന്നത് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ ഈ ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ ഒരു സൂചനയായിട്ട് അല്ലെങ്കിൽ ലോകാവസാനം വരുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് ചിലരൊക്കെ അവതരിപ്പിക്കുന്നു. ഇനി വേറെ ചിലരൊക്കെ കുറച്ചുകൂടി ഒരു ഇന്നത്തെ കാലവുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. തീ വമിപ്പിക്കുന്ന ചിത്രമൊക്കെ എടുത്തുകൊണ്ട് ഇന്ന് നടക്കുന്ന ആ യുദ്ധങ്ങളെയെല്ലാം അതിനോട് താരതമ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്ന് ഈ ലോകമഹായുദ്ധങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന പീരങ്കിയും ഒക്കെ ആയിട്ട് ഇതിനെ സാമ്യപ്പെടുത്തിക്കൊണ്ട് കണ്ടോ, അന്ന് വെളിപാടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ യാഥാർത്ഥ്യമാകുന്നു എന്നൊക്കെ ചിലരൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇവിടെ 8-ാം അധ്യായത്തിൽ അതുപോലെ തന്നെ തുടർന്നും കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അക്ഷരാർത്ഥത്തിലല്ല നമ്മൾ കാണേണ്ടത്. അപ്പം അതിൻ്റെ അർത്ഥം എന്തെന്ന്, ദൈവജനത്തിനുള്ള സന്ദേശം എന്തെന്ന് അത് തിരിച്ചറിയുവാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അക്ഷരാർത്ഥത്തിലല്ല,
അതിൻ്റെ പ്രതീകാർത്ഥം എന്തെന്ന് മനസ്സിലാക്കുവാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ ഇതിൽ 7 കാഹളങ്ങളിൽ ആദ്യത്തെ 4 കാഹളങ്ങളെ ഒരു യൂണിറ്റായിട്ട് നമുക്ക് കാണുവാനായിട്ട്, ഒരു ഗണമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ പ്രപഞ്ചത്തിൽ നടക്കുന്ന ആ കാര്യങ്ങൾ, നാശനഷ്ടങ്ങൾ ഒക്കെ ഒരു അപ്പോക്കലിപ്റ്റിക് ശൈലിയിലാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. കരയിലും ജലത്തിലും ആകാശതലത്തിലുമൊക്കെ സംഭവിക്കുന്ന നാശനഷ്ടങ്ങളൊക്കെ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നു. ഇപ്പോൾ കരയും കടലും ആകാശഗോളങ്ങളുമൊക്കെ പ്രഹരിക്കപ്പെടുന്നതും ഒക്കെ അവതരിപ്പിക്കപ്പെടുന്നു. മനുഷ്യപാപങ്ങളുടെ പരിണത ഫലങ്ങളാണ് ഇവിടെ നാം കാണുക. അപ്പോൾ ഇതിൽ കുറേയൊക്കെ പുറപ്പാട് വിവരണത്തിലെ ചില വിവരണങ്ങളുമായിട്ടൊക്കെ സാമ്യമുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ടൊക്കെ സാധിക്കും. 3-ാമത്തെ സപ്തഗണത്തിൽ കുറച്ചുകൂടി ഈ പുറപ്പാട് വിവരണവുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ അവിടെയുള്ള മഹാമാരികളുടെ ചില പാരലൽ ഒക്കെ നമുക്ക് ഈ 3-ാമത്തെ സപ്തഗണത്തിൽ കൂടുതൽ കാണുവാനായിട്ട് നമുക്കൊക്കെ സാധിക്കും. അപ്പോൾ അത് സൂചിപ്പിക്കുന്ന എന്താണ്? വിമോചനം, ദൈവം നമുക്ക് നൽകുന്ന വിമോചനം അത് ആസന്നമായി എന്നാണ്. അതായത് 2-ാമത്തെ പുറപ്പാട് ഇതാ അവസാനിക്കുവാനായിട്ട്, അതിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാനായിട്ട് പോകുന്നു എന്ന് നമ്മൾ ഇവിടെ കാണുന്നു. ഇപ്പോൾ നമ്മൾ ഈ 8-ാമത്തെ അധ്യായത്തിലേക്ക് 7 കാഹളങ്ങളുടെ വിവരണത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിൽ കരുതേണ്ട ചില ആശയങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ ജീവിതത്തിൻ്റെ 2 തലങ്ങളാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ജീവിതത്തിലെ 2 തലങ്ങൾ, ദൈവിക തലവും പിന്നെ ഭൗമിക തലവും. ഇപ്പോൾ ദൈവിക തലവും ദൈവത്തോട് കൂടെ നിൽക്കുന്നവരും ഒരു വശത്ത്, അതുപോലെ തന്നെ ഭൗമിക തലവും ഭൂവാസികളും മറുവശത്ത്. ഇവിടെ 7 കാഹളങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈ ഭൗമിക തലത്തിൽ ഭൂവാസികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അവതരിപ്പിക്കുന്നത്. അതായത് ദൈവത്തിൽ നിന്ന് അകലുന്നവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ, അവർ അധിവസിക്കുന്ന പ്രപഞ്ചം പോലും സംരക്ഷണം നൽകുന്നില്ല എന്ന് ഇവിടെ വിവരിക്കുന്നു. ഇപ്പോൾ ഇത് ഭൗമിക തലത്തിൽ ഉള്ളവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ആരാധന സമൂഹത്തോട് പറയുന്നു, ദൈവം തൻ്റെ ശിക്ഷാവിധി ഇതാ നടപ്പാക്കിയിരിക്കുന്നു, ഇനി നിങ്ങൾ യേശുവിനോടുള്ള വിശ്വസ്തതയിൽ നിലകൊള്ളണം എന്നാണ് അവരെ ഓർമ്മപ്പെടുത്തുന്നത്. ഇനി നമുക്ക് ഈ 4 കാഹളങ്ങളിലേക്ക് ഒന്ന് കടക്കാം. 6-ാമത്തെ വാക്യം, 7 കാഹളങ്ങൾ വഹിച്ചിരുന്ന 7 ദൂതന്മാർ അവ മുഴക്കാൻ തയ്യാറായി. 7 ഒന്നാമൻ കാഹളം മുഴക്കി, അപ്പോൾ കനൽമഴയും രക്തം കലർന്ന തീയുമുണ്ടായി. അത് ഭൂമിയിലേക്ക് എറിയപ്പെട്ടു. ഭൂമിയുടെ 1/3 ഭാഗം കത്തിപ്പോയി. വൃക്ഷങ്ങളിൽ 1/3 കത്തിപ്പോയി. പച്ചപ്പുല്ല് മുഴുവനും കത്തിപ്പോയി. അപ്പോൾ ഒന്നാമത്തെ ഈ മഹാമാരി കല്ലും രക്തവും തീയുമൊക്കെ താഴേക്ക് പതിക്കുന്നു. ഇത് പ്രകൃതിയിൽ സാധാരണ കാണാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ എപ്പോഴാണ് മുകളിൽ നിന്ന് കല്ലും തീയും ഒക്കെ താഴേക്ക് പതിക്കുന്നത്? ചിലപ്പോഴൊക്കെ മഴയിൽ ചിലപ്പോൾ മീനൊക്കെ വരുന്നതിനെക്കുറിച്ച് നമ്മളൊക്കെ കാണാറുണ്ട്. ചിലപ്പോൾ അല്പം നിറം മാറിയ അല്ലെങ്കിൽ ചുവന്ന മഴയൊക്കെ പെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ പലപ്പോഴും ഒക്കെ നമ്മുടെയൊക്കെ പ്രകൃതിയിലുള്ള ചില സംഭവവികാസങ്ങൾ തന്നെയാണ്. പക്ഷേ ഇവിടെ ഈ രക്തവും കല്ലും പിന്നെ തീയുമൊക്കെ ഒരുമിച്ച് താഴേക്ക് പതിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അറിയുവാനായിട്ട് നമ്മൾ പഴയ നിയമ പശ്ചാത്തലത്തിലേക്ക് തന്നെ നമ്മൾ കടന്നു ചെല്ലണം. നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ 9-ാമത്തെ അധ്യായം 13 മുതൽ 26 വരെയുള്ള, അപ്പോൾ അവിടെ 22-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കർത്താവ് മോശയോട് അരുൾ ചെയ്തു, നിൻ്റെ കൈ ആകാശത്തിലേക്ക് നീട്ടുക, ഈജിപ്ത് രാജ്യത്തെങ്ങുമുള്ള മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വയലിലെ ചെടികളുടെയും മേൽ കൽമഴ പെയ്യട്ടെ. മോശ തൻ്റെ വടി ആകാശത്തേക്ക് നീട്ടി. കർത്താവ് ഇടിയും കന്മഴയും അയച്ചു. മിന്നൽ പിണരുകൾ ഭൂമിയിലേക്ക് പറന്നിറങ്ങി. കർത്താവ് ഈജിപ്തിൽ കന്മഴ പെയ്യിപ്പിച്ചു. പിന്നെ അതുപോലെ തന്നെ ഗോഗിൻ്റെ മേലും എതിരാളികളുടെ മേലും
ഇതുപോലെ കന്മഴ വർഷിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ 38 അധ്യായത്തിൽ, ഏശയ്യായുടെ പുസ്തകത്തിൽ 30 അധ്യായം, ജ്ഞാനം 16. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കോപമാണ്. ഇപ്പോൾ ഇവരുടെ മേൽ പതിക്കുന്ന ദൈവത്തിൻ്റെ കോപത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ കന്മഴ പെയ്യുന്നതെല്ലാം അത് ദൈവം ഇവരുടെ മേൽ, ഈ ജനത്തിൻ്റെ മേൽ വിധി പ്രസ്താവിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ്. ഇനി ഇതിൻ്റെ 1/3 നശിക്കുന്നതിനെക്കുറിച്ച് പറയുന്നത്. എന്തൊക്കെയാണ് നശിക്കുന്നത്? ഭൂമിയും മരങ്ങളും പുൽമേടുകളും ഒക്കെ നശിക്കുന്നു. എന്താണ് അർത്ഥമാക്കുന്നത്? ഭൂമിയും മരങ്ങളും പുൽമേടുകളുമൊക്കെ ഒരു വിധത്തിൽ നോക്കിയാൽ ഈ മരങ്ങളും പുൽമേടുകളുമൊക്കെ അത് നമ്മുടെയൊക്കെ ജീവൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ഇനി ആട് മേയ്ക്കുന്നവർക്കൊക്കെ, അവർക്ക് ആടുകൾക്കൊക്കെ ഭക്ഷണമായിട്ട് വേണ്ടത് ഇലകളും പുല്ലുകളുമൊക്കെയാണല്ലോ. അപ്പോൾ അവിടെ ആടുകളൊക്കെ മേയ്ച്ചിരുന്ന അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു ദൈവശിക്ഷയാണ് എന്നൊക്കെ പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ ജീവൻ്റെ നിലനിൽപ്പിന് ആവശ്യമായതാണ് ഇവിടെ നശിക്കുക. പക്ഷേ ഇവിടെ പഴയ നിയമ പ്രവചനങ്ങളുമായിട്ടൊക്കെ ഒത്തിരിയേറെ സാമ്യം ഉണ്ടെന്നൊക്കെ നമുക്ക് തോന്നും. സക്കറിയയുടെ പുസ്തകത്തിലും എസെക്കിയേലിൻ്റെ പുസ്തകത്തിലുമൊക്കെ ഈ ശിക്ഷയെക്കുറിച്ചൊക്കെ സൂചനയുണ്ട്. പക്ഷേ ഇവിടെ ഇതൊരു ഭാഗികമായിട്ടുള്ള ഒരു നാശനഷ്ടങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ, പൂർണ്ണമായിട്ടൊന്നും നശിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്ന എന്താണ്? ദൈവം തിന്മയ്ക്കെതിരെ ഇടപെടാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. ഇനി ദൈവത്തിൽ നിന്ന്, ദൈവികതയിൽ നിന്ന് അകലുന്നവർക്ക് നിലനിൽപ്പില്ല എന്നാണ് സൂചിപ്പിക്കുക. അപ്പോൾ ഭൂവാസികളുടെ മേലാണ് ഇവയെല്ലാം, അല്ലെങ്കിൽ അവരുടെ ജീവസന്ധാരണത്തിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കളുടെ മേലാണ് ഇവയെല്ലാം പതിക്കുന്നത്, നാശനഷ്ടങ്ങൾ വരുത്തുന്നത്. അപ്പോൾ ഈ 1-ാമത്തെ കാഹളം മുഴക്കുമ്പോൾ ഭൂമിയുടെ മേലുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നു. ഇനി 2-ാമത്തെ കാഹളം മുഴക്കുമ്പോൾ 8-ാമത്തെ വാക്യം, കത്തിയെരിയുന്ന വലിയ മല പോലെ എന്തോ ഒന്ന് കടലിലേക്ക് എറിയപ്പെട്ടു. അപ്പോൾ കടലിൻ്റെ 1/3 രക്തമായി, കടലിലെ ജീവജാലങ്ങളിൽ 1/3 ചത്തുപോയി, 1/3 ഭാഗം കപ്പലുകളും നശിപ്പിക്കപ്പെട്ടു. ഇപ്പോൾ ഇവിടെ ഭൂമിക്ക് മേലുള്ള ആ മഹാമാരിക്ക് ശേഷം കടലിന് എതിരെയുള്ള ഒരു മഹാമാരിയാണ് നമ്മൾ കാണുന്നത്. ഇനി പുറപ്പാട് വിവരണത്തിൽ മോശ നദികളിലെ വെള്ളം രക്തമയമാക്കി മാറ്റുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇനി ഇവിടെ കത്തിയേരിയുന്നൊരു മല പോലെ കടലിലേക്ക് പതിച്ചെന്ന് പറയുമ്പോൾ ചിലരൊക്കെ അത് അന്നാളുകളിൽ ഉണ്ടായ ആ വെസൂവിയസ് പർവ്വതത്തിൻ്റെ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് അത് അക്കാലത്ത് ഏറ്റവും വളരെ എല്ലാവരെയും പിടിച്ചു കുലയ്ക്കിയ സംഭവമായിരുന്നു. കാരണം ഒരു വലിയൊരു നഗരം തന്നെ ആ ലാവയ്ക്ക് കീഴിൽ അമർന്നപ്പോൾ അതിനെ സൂചിപ്പിക്കുന്നതാണ് എന്ന് ചിലരൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇവിടെ അതാകാനായിട്ട് സാധ്യമല്ല. കാരണം ഇത് മലയെക്കുറിച്ച് എന്നതിനേക്കാൾ കൂടുതലായിട്ട് കടലിനെ കുറിച്ചാണ്. അപ്പോൾ കടലിന് വരുന്ന നാശനഷ്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ പറയുന്ന അവസാന ഭാഗത്ത് പറയുന്ന ഒരു വാക്യം, ഒരു ഭാഗം വളരെ ശ്രദ്ധ അറിയിക്കുന്നതാണ്. 1/3 ഭാഗം കപ്പലുകളും നശിച്ചു. അതായത് കടൽ വഴി നടക്കുന്ന ആ വ്യാപാരങ്ങൾക്ക് തടസ്സം നേരിട്ടു. നാവികരും കച്ചവടക്കാരും ഒക്കെ അലമുറയിടുന്നത് വെളിപാടിൽ 18-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ മഹാബാബിലോൺ വീണ് കഴിയുമ്പോൾ അവളുമായിട്ട് ഉള്ള ഒരു അവിശുദ്ധ ബന്ധത്തിലേർപ്പെട്ടിരുന്ന ഈ കച്ചവടക്കാർ, അവരൊക്കെ തങ്ങളുടെ കച്ചവടമൊക്കെ നടക്കുന്നില്ല എന്ന് പറഞ്ഞ് അലമുറയിടുന്നത് ഒക്കെ കാണുന്നുണ്ട്. അതായത് ദൈവത്തിന് എതിരായിട്ട് നിൽക്കുന്ന ആ തിന്മയുടെ സംവിധാനങ്ങൾ അതാണ് തകർന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ കടലിലുള്ള ഇടപെടൽ എന്ന് പറയുമ്പോൾ അതും വേറൊരു തലത്തിൽ നോക്കിയാൽ ഭൂവാസികളുടെ മേലുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ തന്നെയാണ്. അതായത് അവരുടെ അധാർമികങ്ങളായിട്ടുള്ള വ്യവസ്ഥിതികളെല്ലാം അവിടെ നിന്ന് തകർക്കുന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ 2-ാമത്തെ ആ കാഹളം മുഴക്കുമ്പോൾ ആദ്യത്തേത് ഭൂമിയുടെ മേലാണെങ്കിൽ 2-ാമത്തേത് കടലിന് മീതെ നടക്കുന്ന ആ ഒരു ദൈവത്തിൻ്റെ വിധിപ്രസ്താവമാണ്. പക്ഷേ അതുവഴിയായിട്ട്
അന്നത്തെ അന്നത്തെ അധാർമികമായിട്ടുള്ള ആ സംവിധാനങ്ങൾ അത് നശിപ്പിക്കപ്പെടുന്നു നമ്മൾ കാണുന്നു. അപ്പോൾ വെളിപാട് ഗ്രന്ഥത്തിലെ 7 കാഹളങ്ങളുടെ വിവരണത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനായിട്ടുള്ളത്, ഇവിടെയെല്ലാം ദൈവത്തിൻ്റെ കോപം പ്രത്യക്ഷപ്പെടുന്നത് ദൈവത്തിന് എതിര് നിൽക്കുന്നവരുടെ നേരെയാണ്, അധാർമിക സംവിധാനങ്ങൾക്കെതിരെയാണ്. അപ്പോൾ ദൈവത്തിനെതിരെ നിൽക്കുന്നവർക്ക്, ഭൂവാസികൾക്ക്, അവരൊക്കെ ആശ്രയം തേടുന്ന ആ പ്രപഞ്ചം പോലും അവർക്ക് സംരക്ഷണം നൽകുന്നില്ല. അവരൊക്കെ വളർത്തിക്കൊണ്ടുവരുന്ന ആ സംവിധാനങ്ങൾ അതൊക്കെ തകർക്കപ്പെടുന്നു കാണുന്നു. ഇതെല്ലാം ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന് നമുക്ക് പറയാം. അതായത് ദൈവജനത്തിൻ്റെ നിലവിളി കേട്ട് ദൈവം ചരിത്രത്തിൽ ഇടപെടുവാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. ചരിത്രത്തിലെ തിന്മകളെയെല്ലാം ഉന്മൂലനം ചെയ്യുവാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. അപ്പോക്കലിപ്റ്റിക് കാഴ്ചപ്പാട് നോക്കിയാൽ നമുക്ക് സാധിക്കാത്തത് ദൈവം തന്നെ ഉന്നതങ്ങളിലിരുന്നു കൊണ്ട് അവിടുന്ന് ചെയ്യുന്നു. നമുക്കായിട്ട് ലോകരാജ്യത്തെ ദൈവരാജ്യമാക്കി മാറ്റുന്നു എന്നാണ് യോഹന്നാൻ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും സ്തുതിയുണ്ടായിരിക്കട്ടെ.